നമ്മളിപ്പോൾ റിവിഷൻ ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്. ഇന്ന് നമുക്ക് സെമി കണ്ടക്ടർ ഡിവൈസസ് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റുഡന്റ് മെയ്ഡ് എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. S1 and S2 ആർ ദി സ്വിച്ചസ് ആൻഡ് B is a bulb. അല്ലെ, ഒരു സ്റ്റുഡന്റ് ഉണ്ടാക്കിയ ഒരു സർക്യൂട്ട് ആണ്. ഒരു സെല്ലുണ്ട്, രണ്ട് സ്വിച്ചസ് ഉണ്ട്, S1 S2, പിന്നെ ഒരു ബൾബ് ഉണ്ട്. അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യനെ ഹി ആർഗ്യൂസ് ദാറ്റ് ദിസ് സർക്യൂട്ട് ഈസ് ആൻ ഇക്വലന്റ് ടു ആൻ ആൻഡ് ഗേറ്റ്. ഡു യു എഗ്രി വിത്ത് ഹിം? ജസ്റ്റിഫൈ യുവർ ആൻസർ. അല്ലെ, അപ്പം ഈ സ്റ്റുഡന്റ് പറഞ്ഞ ഇതൊരു ആൻഡ് ഗേറ്റിന്റെ വർക്കിങ്ങിന് സിമിലർ ആണ് ഇതിന്റെ വർക്കിംഗ് എന്നാണ്. അപ്പം നമ്മൾ ഇതുമായിട്ട് എഗ്രി ചെയ്യുന്ന ഒന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അല്ലെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം നമുക്കറിയാം രണ്ട് ഇൻപുട്സ് ഉണ്ട്, എയും ബിയും ആൻഡ് ഗേറ്റിന്. അല്ലേ, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്തു, S1 ഓൺ, അല്ലെങ്കിൽ വേണ്ട S1 ഓഫ്, S1 ഓഫ്, S2 ഓഫ്. അല്ലെ, രണ്ടും ഓഫായി. രണ്ട് സ്വിച്ചും ഓഫ് ആണെങ്കിൽ ഈ ബൾബ് കത്തുവോ? കത്തത്തില്ല. അല്ലെ, അപ്പം ബൾബ് ഓഫ്, ബൾബ് ഓഫ്. ഇനി ഞാൻ S1 എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ആക്കിയിടുന്നു, S2 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്യുന്നു. അല്ലെ, S2 ഓൺ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ സെല്ലിലൂടെ കറണ്ട് ഇങ്ങനെ S2 പോവുകയും ബൾബ് കത്തുകയും ചെയ്യും. അപ്പം ബൾബ് ഓൺ ആണ്. ബൾബ് എന്താണ്? ഓൺ ആണ്. ഇനി അടുത്തത് ഞാൻ S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്യുന്നു, S2 ഓഫ് ആക്കുന്നു. അല്ലെ, അപ്പം S1 ഓൺ, S2 ഓഫ്. അപ്പോഴെന്ത് സംഭവിക്കും? അതായത് ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് S1 കയറി ബൾബിൽ ചെല്ലും. അപ്പോൾ ബൾബ് കത്തും. ഇല്ലേ, ബൾബ് ഓൺ. ഇനി ഞാൻ S1 S2 ഓൺ ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ഇവിടെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് രണ്ടിലൂടെയും പോയി ഈ ബൾബിൽ ചെല്ലുകയും ബൾബ് കത്തുകയും ചെയ്യുന്നു. അപ്പൊ S1 ഓൺ, S2 ഓൺ. അപ്പം ബൾബ് ഓൺ. അല്ലെ, ഈ ഓൺ എന്ന് പറയുന്നത് 1ഉം ഓഫ് എന്ന് പറയുന്നത് 0ഉമാണ്. അല്ലെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഫ് ഓഫ്, അപ്പോൾ ഔട്ട്പുട്ട് ഓഫ്, ബൾബ് ഓഫ്. ഓഫ് ഓൺ എന്ന് പറഞ്ഞാൽ 0 1, ബൾബ് ഓൺ. ഇനി ഓൺ ഓഫ്, ഓൺ എന്ന് പറഞ്ഞാൽ 1, ഓഫ് എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ബൾബ് ഓൺ. ഓൺ ഓൺ എന്ന് പറഞ്ഞാൽ 1 1, അപ്പോഴും ബൾബ് ഓൺ. അല്ലെ, അപ്പൊ ശരിക്കും ആൻഡ് ഗേറ്റിന്റെ കേസ് നമുക്കറിയാം, മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. ഇപ്പൊ 0ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 എന്ന് പറയുന്ന പോലെയാണ്. 1ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ 1. അതായത് ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ രണ്ട് ഇൻപുട്ട് ഹൈ ആയിരിക്കണം. അല്ലെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ട് ഇത് ആൻഡ് ഗേറ്റിന് ഇക്വലന്റ് അല്ല, പകരം ഓർ ഗേറ്റിന് ഇക്വലന്റ് ആണ്. അപ്പം ഈ സ്റ്റുഡന്റിന്റെ ആർഗ്യുമെന്റ് റോങ് ആണ്. അല്ലെ, ഇത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ആൻ ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന് ഇക്വലന്റ് ആണ് ഈ കുട്ടി പറഞ്ഞ സർക്യൂട്ട്. അല്ലെ, അപ്പൊ ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? രണ്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഈ ബൾബ് കത്തത്തുള്ളായിരുന്നു. അല്ലെ, അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ ശരിക്കും ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം. അതായത് S1 S2 ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കുട്ടി പറഞ്ഞ ശരിയാണ്. S1 S2 രണ്ടും ഓൺ ചെയ്താൽ, S1 S2 രണ്ടും ഓൺ ചെയ്താൽ ഈ ബൾബ് കത്തത്തുള്ളൂ. അല്ലെ, അപ്പം ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് ശരിക്കും ഏത് ഗേറ്റിന് ഇക്വലന്റ് ആണ്? അതായത് ഓർ ഗേറ്റിന് ഇക്വലന്റ് ആണ്. അല്ലെ, അപ്പം കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ് റോങ് ആണ്. അല്ലെ, ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ആൻ ഓർ ഗേറ്റ്. ഇനി ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഡൗൺ ഇറ്റ്സ് ട്രൂത്ത് ടേബിൾ. ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഈ വരച്ചിരിക്കുന്നതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ. അല്ലെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ദി ലോജിക് സർക്യൂട്ട് ഷോൺ ബിലോ വിത്ത് ഇൻപുട്സ് എ ആൻഡ് ബി ആൻഡ് ഔട്ട്പുട്ട് എക്സ്. ഒരു ലോജിക് സർക്യൂട്ട് തന്നിരിക്കുന്നതാണ്. ഇതിന്റെ ഇൻപുട്ട് എന്താണ്? എയും ബിയും ആണ്, ഔട്ട്പുട്ട് എക്സ് ആണ്. ക്വസ്റ്റ്യനെ ഐഡന്റിഫൈ ദി ലോജിക് ഗേറ്റ്സ് മാർക്ക്ഡ് പി ആൻഡ് ക്യൂ. ഇവിടെ പി എന്നും ക്യൂ എന്നും മാർക്ക് ചെയ്തിരിക്കുന്ന ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ അറിയാം. പി എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. അല്ലെ, പിന്നെ ഇത് ഡി പോലെ എഴുതിയിരിക്കുന്നത്, ഡി പോലെ എഴുതുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും. അല്ലെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോവാം. റൈറ്റ് ഡൗൺ ദി ഔട്ട്പുട്ട് എക്സ് വെൻ എ ഈസ് ഈക്വൽ ടു 1 ബി ഈസ് ഈക്വൽ ടു 0. എ 1ഉം ബി 0ഉം ആകുമ്പോഴുള്ള ഔട്ട്പുട്ട് എങ്ങനെ? അതുപോലെ തന്നെ A is equal to 0, B is equal to 1. അപ്പോഴത്തെ ഔട്ട്പുട്ട്
ഈ രണ്ട് കേസിൽ ഇതിന്റെ ഔട്ട്പുട്ട് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഔട്ട്പുട്ട് വരയ്ക്കാൻ ചോദിച്ചാൽ എന്താണ്, നമുക്ക് ട്രൂത്ത് ടേബിൾ ആണ് വരയ്ക്കേണ്ടത് അല്ലേ. നമുക്ക് അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എയും ബിയും ഇൻപുട്ട്, എക്സ് ഔട്ട്പുട്ട്. ഇനി അപ്പൊ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പെൻസിൽ ആദ്യം എടുക്കുക. പെൻസിൽ എടുത്തിട്ട് ഈ ഡയഗ്രാം റഫായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിലോട്ട് വരയ്ക്കുക. എന്നിട്ട് ആ പുറയിൽ ഇറേസർ ഉള്ള ഒരു പെൻസിൽ ആകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇൻപുട്ട് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഈ ഡയഗ്രത്തിൽ എഴുതി നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം അല്ലേ. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം. അപ്പം A1 ഉം B0, A1 B0 ഇതാണ് ആദ്യത്തെ. അപ്പൊ എക്ക് 1 കൊടുക്കുക, എക്ക് നമ്മൾ 1 കൊടുത്തു, ബിക്ക് 0 അല്ലെ. അപ്പം ഈ 1 ഉം 0യും കൂടെ ഓർ ചെയ്ത് എന്ത് കിട്ടും? ഓർ എന്ന് പറഞ്ഞാൽ അഡീഷൻ പോലെയാണ്. 1 × 1 + 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെ. പക്ഷെ 1 + 1 ഇവിടെ 2 അല്ല, 1 തന്നെയാണ്. അപ്പൊ ഹൈയും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് കാണും. അതാണ് ഓർ ഗേറ്റിന്റെ പ്രത്യേകത. എ ഓർ ബി ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പം 0യും 1 കൂടെ ഓർ ചെയ്താൽ ആൻസർ കിട്ടുന്നത് 1 ആയിരിക്കും. ഇനി ഈ 1 ഇവിടെ കൂടെ കറങ്ങി ആൻഡ് ഗേറ്റിന്റെ ഇവിടെ വരും. അതുപോലെ ഈ 1 ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന 1 ഇവിടെയും വരും. അപ്പം 1 ഉം 1 കൂടെ ആൻഡ് ചെയ്ത് എന്ത് കിട്ടും? ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ എന്ന് പോലെ 1 × 1 1 എന്ന് പറയുന്ന പോലെ 0 × 1 0. രണ്ട് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് കാണത്തുള്ളൂ. അപ്പോൾ 1 ഉം 1 കൂടെ ആൻഡ് ചെയ്താൽ 1 ആയിരിക്കും ആൻസർ അല്ലേ. അപ്പോൾ ഫൈനൽ ആൻസർ 1 ആയിരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ ഇറേസർ വെച്ച് അങ്ങ് മായ്ച്ചു കളയുക. ഇറേസ് ചെയ്ത് ഇനി B0 സോറി A0 B1 ഇങ്ങനെ കൊടുത്ത ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പം 0യും 1 കൂടെ ഓർ ചെയ്താൽ 1 ആണ് ആൻസർ. ഇനി ഈ 0 ഈ വയർ വഴി ഇവിടെ വരും. ഈ 1 ഇവിടം വരെ ഇവിടെ ഈ ഇൻപുട്ടിലേക്ക് വരും. 1 ഉം 0 കൂടെ ആൻഡ് ചെയ്താൽ മൾട്ടിപ്ലൈ എന്ന പോലെ 1 × 0 0 അല്ലേ. ആൻഡ് ചെയ്താൽ 0 വരും അല്ലേ. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് 0. അപ്പം A0 B1 ഔട്ട്പുട്ട് 0 അല്ലേ. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് ചെയ്തു പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദി ലോജിക് സർക്യൂട്ട് യൂസിങ് നോർ ഗേറ്റ്സ് ഗിവൺ ബിലോ. അപ്പൊ ഇത് നോർ ഗേറ്റ് ആണ്. കാരണം ഇത് ഓർ ഗേറ്റ് ആണ്. അതിന്റെ മുന്നിൽ ഒരു ബബിൾ ഇട്ടാൽ നോർ ഗേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിന്റെ മുന്നിൽ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് അതിനെ നോർ ഗേറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊരു നോർ ഗേറ്റ് ആണ്. രണ്ട് നോർ ഗേറ്റുകളുണ്ട്. ക്വസ്റ്റ്യൻ എ: റൈറ്റ് ദി ട്രൂത്ത് ടേബിൾ ഫോർ ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇൻപുട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ രണ്ട് ഇൻപുട്ട് ഉള്ളതിന്റെ കേസിൽ ഇങ്ങനെയാണ് എടുക്കുന്നത്: 0യും 0യും, പിന്നെ 0യും 1ഉം, പിന്നെ 1ഉം 0യും 1ഉം 1 എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടു പേർക്കും 0, പിന്നെ ആദ്യത്തെ ആൾക്ക് 0, രണ്ടാമത്തെ ആൾക്ക് 1, പിന്നെ രണ്ടാമത്തെ ആൾക്ക് 0, ആദ്യത്തെ ആൾക്ക് 1, പിന്നെ രണ്ടു പേർക്കും 1 അല്ലേ. അപ്പം ഇങ്ങനെയാണ് കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇനി ഇത് നമ്മൾ എഴുതി നോക്കുക, ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ ട്രൂത്ത് ടേബിൾ അല്ലേ. അപ്പൊ ആദ്യം A0 B0, 0യും 0യുടെ ഓർ ചെയ്താൽ 0 ആണ് ആൻസർ കിട്ടുന്നത്. 0യും 0യുടെ ഓർ ചെയ്താൽ ആഡ് ചെയ്യുന്ന പോലെ 0 ആണ് ആൻസർ കിട്ടുന്നത്. രണ്ട് ഇൻപുട്ട് ലോ അല്ലേ, ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇനി അതിന്റെ മുന്നിൽ നോട്ട് ഗേറ്റ് ഉണ്ട്. നോട്ട് ചെയ്താൽ 0 1 ആവും. ഈ 1ഉം 1ഉം കൂടി ഇവിടെ വരും. 1ഉം 1ഉം കൂടെ ഓർ ചെയ്ത ആൻസർ 1 ആണ്. അതിനെ നോട്ട് ചെയ്താൽ 0 ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് ഫയൽ 0. എഴുതി നോക്കാം. നമ്മളപ്പം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ പെൻസിലിന്റെ ഇറേസർ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം മായ്ച്ചു കളയുക അല്ലേ. കറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യുക. ഇച്ചിരി സമയം ഇതിനൊക്കെ എടുക്കുമെങ്കിലും കറക്റ്റ് ആൻസർ ആയിരിക്കും കിട്ടുന്നത് ഇങ്ങനെ ചെയ്ത്. ഇനി അടുത്തത് A0 B1. അപ്പോൾ 0യും 0യുടെ ഓർ ചെയ്താൽ ആൻസർ 1 ആണ്. ആഡ് ചെയ്യുന്ന പോലെയാണ് 1. 1നെ നോട്ട് ചെയ്താൽ 0 ആവും. 0യും 0യും കൂടി ഇവിടെ വരും. 0യും 0യുടെ ഓർ ചെയ്താൽ ആൻസർ 0 ആണ്. 0യെ നോട്ട് ചെയ്യുന്ന വരും 1 കിട്ടും. അപ്പൊ ഇവിടെ ഫൈനൽ ഔട്ട്പുട്ട് 1 ആവും. ഇനി ഇതെല്ലാം കളഞ്ഞു. ഇനി അടുത്തത് A1 B0. 1 0യുടെ ഓർ ചെയ്താൽ ആൻസർ 1 ആണ്. അതിനെ നോട്ട് ചെയ്താൽ 0. ഈ 0 ഇവിടെയും വരും, ഇവിടെയും വരും. 0യും 0യുടെ ഓർ ചെയ്താൽ 0 ആണ് ആൻസർ. അതിനെ നോട്ട് ചെയ്താൽ 1 വരും. അപ്പൊ ഫൈനൽ ആൻസർ 1 ആയി. ഇനി A1 B1. A1 B1.
1ഉം 1 കൂടെ ഓർ ചെയ്ത ആൻസർ 1 ആണ്. അതിനെ നോട്ട് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് 0 കിട്ടും. നോട്ട് ഓപ്പറേഷനിൽ ഓപ്പോസിറ്റ് ആൻസർ കിട്ടുന്നത്. ഈ 0 ഇവിടെയും വരും, 0 ഇവിടെയും വരും. 0യും 0യുടെ ഓർ ചെയ്ത് എന്ത് വരും? 0 + 0 0 എന്ന് പറഞ്ഞാൽ 0 കിട്ടും. 0 നോട്ട് ചെയ്താൽ 1 കിട്ടും. ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് തെറ്റ് കൂടാതെ എഴുതാം. അപ്പൊ അത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും അതിന്റെ രീതി. അപ്പൊ നമ്മുടെ എയുടെ ആൻസർ ആണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. എയുടെ ആൻസർ നമ്മൾ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ബി, ഐഡന്റിഫൈ ദി ലോജിക്കൽ ഓപ്പറേഷൻ വിച്ച് ദിസ് സർക്യൂട്ട് ഈസ് പെർഫോമിങ്. അല്ലെ, ഈ സർക്യൂട്ട് പെർഫോം ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്? നോക്കാം, ഈ ട്രൂത്ത് ടേബിൾ നോക്കാം. എയും ബിയും 0 ആയപ്പോൾ ഔട്ട്പുട്ട് 0, എ 0 ആയി ബി ഉള്ളപ്പോൾ ഔട്ട്പുട്ട് 1, എ 1 ആയി ബി 0 ആയപ്പോൾ ഔട്ട്പുട്ട് 1, എയും ബിയും ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് ഹൈ. അപ്പം ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ. എ ഓർ ബി ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ വരുന്ന ഏതിനാണ്? ഓർ ഗേറ്റിന്. അതുകൊണ്ട് ഈ സർക്യൂട്ട് പെർഫോം ചെയ്ത ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്? ഓർ ഗേറ്റിന്റെ ഓപ്പറേഷൻ ആണ് ഇവിടെ ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പം ദിസ് സർക്യൂട്ട് ആക്ട് ആസ് ആൻ ഓർ ഗേറ്റ്. ഇതുവരെ ഇത്രയും പേരെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഓർ ഗേറ്റിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഗേറ്റ് allows signals to pass through only when some logical conditions are satisfied. Write the truth table for OR gate. OR gate ന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. നമുക്ക് അറിയാവുന്നതാണ് OR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കുന്നത്. എങ്ങനെയാണ്? അതായത് മുമ്പേ നമ്മൾ വരച്ചാണ്, തൊട്ട് മുമ്പ് വരച്ച ട്രൂത്ത് ടേബിൾ എന്തിന്റെയാണ്? OR ഗേറ്റിന്റെയാണ്. തൊട്ട് മുമ്പത്തെ സർക്യൂട്ടിലെ, അതായത് 0 0ക്ക് 0 കിട്ടും, ബാക്കി എല്ലാത്തിനും 1 കിട്ടും. അല്ലെ, 0 1 1 1 എന്നാണ് അതിന്റെ ഔട്ട്പുട്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആദ്യം വരച്ച് OR ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ്. അപ്പൊ നമുക്കിനി അത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ബി പറഞ്ഞിരിക്കുന്നത് ദി ഔട്ട്പുട്ട് ഓഫ് എ 2 ഇൻപുട്ട് NOR ഗേറ്റ് ഈസ് ഫെഡ് ടു എ NOT ഗേറ്റ്. ഡ്രോ ദി ലോജിക് സർക്യൂട്ട് ഓഫ് ദിസ് കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് ആൻഡ് റൈറ്റ് ദി ട്രൂത്ത് ടേബിൾ ഫോർ ദി ഔട്ട്പുട്ട് ഓഫ് ദി കോമ്പിനേഷൻ ഫോർ ഓൾ ഇൻപുട്സ്. അല്ലെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്. ഡയഗ്രം ഇവിടെ തന്നിട്ടില്ല, ഡയഗ്രം വരച്ചിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഔട്ട്പുട്ട് ഓഫ് എ 2 ഇൻപുട്ട് NOR ഗേറ്റ്. അതായത് 2 ഇൻപുട്ട് ഉള്ള ഒരു NOR ഗേറ്റ്. അപ്പൊ OR ഗേറ്റ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ മുന്നിൽ ഒരു ബൗൾ ഇട്ടാൽ NOR ഗേറ്റ് ആയി. 2 ഇൻപുട്ട് ഉണ്ട്, അപ്പൊ 2 ഇൻപുട്ട് ഉള്ള NOR ഗേറ്റ്. അല്ലെ, ഇതിന്റെ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ടു എ NOT ഗേറ്റ്. ഇതിന്റെ ഔട്ട്പുട്ട് ഒരു NOT ഗേറ്റിലോട്ട് ഇട്ടിരിക്കുകയാണ്. NOT ഗേറ്റ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് NOT ഗേറ്റ് വരയ്ക്കുന്നത്. അല്ലെ, NOT ഗേറ്റിലേക്ക് ഇട്ടിരിക്കുന്നു. അല്ലെ, ആൻഡ് റൈറ്റ് ദി ട്രൂത്ത് ടേബിൾ ഫോർ ദി ഡ്രോ ദി ലോജിക് സർക്യൂട്ട് ആൻഡ് റൈറ്റ് ദി ട്രൂത്ത് ടേബിൾ. ഇതിന്റെ ലോജിക് സർക്യൂട്ട് വരയ്ക്കും. ഇതാണ് ലോജിക് സർക്യൂട്ട്. ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ഓൾ പോസിബിൾ ഇൻപുട്സ്, എല്ലാ എന്താണ് സാധ്യമായ എല്ലാ ഇൻപുട്ടുകളിലെയും അതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ്. അപ്പൊ ആദ്യം നമുക്ക് 0 0 0 1 1 0 1 1 ഇതാണ് അതിന്റെ കോമ്പിനേഷൻ. 0യും 1ഉം കൊണ്ടുള്ള കോമ്പിനേഷൻ ഇതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ A B ഇൻപുട്സ്, Y എന്ന് പറയുന്നത് ഔട്ട്പുട്സ്. അല്ലെ, അപ്പം ഇതിന്റെ ഇടയ്ക്കൊരു ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് Y1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ Y1 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഫൈനൽ ഔട്ട്പുട്ട് മാത്രമേ ശരിക്കും ചോദിച്ചിട്ടുള്ളൂ. അല്ലെ, ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഇത് ജസ്റ്റ് എഴുതി നോക്കുക. അപ്പൊ ആദ്യം എയും ബിയും 0 0യും 0യോട് ഓർ ചെയ്താൽ 0 ആണ്. അതിനെ നോട്ട് ചെയ്താൽ 1 കിട്ടും. 1നെ പിന്നെ നോട്ട് ചെയ്താൽ വീണ്ടും 0 ആവും. അല്ലെ, അപ്പൊ ഇവിടെ Y1 എന്ന് പറയുന്ന 1 വരും, ലാസ്റ്റിൽ 0 വരും. ഇനി അടുത്തത് A0 B1. A0 B1. 0യും 1 ഓർ ചെയ്താൽ 1 ആഡ് ചെയ്യുന്ന പോലെയാണ്. 1നെ നോട്ട് ചെയ്താൽ 0, പിന്നെ 0യെ വീണ്ടും നോട്ട് ചെയ്താൽ വീണ്ടും 1. അല്ലെ, അപ്പൊ ഇവിടെ 0, ഇവിടെ ലാസ്റ്റ് 1, ഇവിടെ 0 ലാസ്റ്റ് 1. അതെല്ലാം നമ്മൾ കളഞ്ഞു. ഇനി അടുത്തത് 1 0 A1 B0. 1 0 ഓർ ചെയ്താൽ ആഡ് ചെയ്യുന്ന പോലെ 1 കിട്ടും. 1നെ നോട്ട് ചെയ്താൽ 0 ആവും. 0യെ പിന്നെ നോട്ട് ചെയ്താൽ വീണ്ടും 1 ആവും. അല്ലെ, അപ്പൊ ഇവിടെ 0 1 എന്ന് വരും. 0 അല്ലെ. അടുത്തത് എയും 1 ബിയും 1. രണ്ടും 1 ആയാൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? 1ഉം 1ഉം ഓർ ചെയ്താൽ 1 കിട്ടും. 1നെ നോട്ട് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ ഇവിടെ 0യെ പിന്നെ നോട്ട് ചെയ്താൽ വീണ്ടും അത് 1 ആവും. അല്ലേ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് പോലെ തന്നെയുണ്ട്. അല്ലെ, എന്തിന്റെ ഔട്ട്പുട്ട് പോലെ തന്നെയുണ്ട്? OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് പോലെ തന്നെയുണ്ട് ഇതിന്റെ ഔട്ട്പുട്ട്. കാരണം എന്താണ്? NOR ഗേറ്റിന്റെ മുന്നിൽ NOT ഗേറ്റ് വെച്ചാൽ NOR ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ട്
എന്ന് പറഞ്ഞാൽ അത് ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ അത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ട്രൂത്ത് ടേബിൾ ഓഫ് എ ലോജിക് ഗേറ്റ് ഈസ് ഗിവൺ ബിലോ. ഒരു ലോജിക് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് തന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദി ഗേറ്റ്. ഈ ഗേറ്റ് ഐഡന്റിഫൈ ആണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നമ്മൾ നോക്കാം, 2 ഇൻപുട്ട് ലോ ആയിട്ട് ഔട്ട്പുട്ട് ഹൈ ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയിട്ട് ഔട്ട്പുട്ട് നോക്കിയാൽ ഔട്ട്പുട്ട് ലോ ആണ് അല്ലേ. നമ്മൾ പക്ഷേ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈയും 2 ഇൻപുട്ട് മാത്രം ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോയും. അതെന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ആണ് അല്ലേ. ഓർ ഗേറ്റിൽ എന്താണ്, 2 ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ബാക്കി എല്ലാത്തിനും ഔട്ട്പുട്ട് 1 ആണ്. ബാക്കി എല്ലാത്തിനും ഔട്ട്പുട്ട് എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, ഈ ഓർ ഗേറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് അല്ലേ ഇത് എന്ന് പറഞ്ഞാൽ 0 1 1 1. ഇതാണ് ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. അതിന് പകരം 1 0 0 0 ഇതല്ലേ എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് ആണ്. ഓർ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, അത് നോർ ഗേറ്റ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിന്റെ മുന്നിൽ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്താൽ ഈ ഔട്ട്പുട്ട് എല്ലാം റിവേഴ്സ് ആവും, 1 0 0 0. അപ്പൊ അതുകൊണ്ട് ഇതൊരു നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ് അല്ലെ. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ എ ക്വസ്റ്റ്യന്റെ ആൻസർ ഇത് ആരുടെ ട്രൂത്ത് ടേബിൾ ആണ്, ഒരു നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ക്വസ്റ്റ്യൻ ബി, ഡ്രോ ദി ലോജിക് സിമ്പിൾ ഓഫ് ദി ഗേറ്റ്. ഈ ലോജിക് ഗേറ്റിന്റെ സിമ്പിൾ വരയ്ക്കും. അപ്പൊ മുമ്പേ നമ്മൾ വരച്ചാണ് ഓർ ഗേറ്റ്, അതിന്റെ മുന്നിൽ ഒരു ബബിൾ, നോർ ഗേറ്റ്. ഇതാണ് നോർ ഗേറ്റിന്റെ സിമ്പിൾ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഓർ ഗേറ്റിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു നോട്ട് ഗേറ്റ് വരച്ചു വെച്ച് ഇങ്ങനെ അതിന്റെ സിമ്പിൾ വരയ്ക്കാം. ഇതും അതിന്റെ സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നതിന് ഒരു ആ ബബിൾ നമ്മൾ ഫ്രണ്ടിലിട്ട അത് നോർ ഗേറ്റ് ആവും. ദെൻ ക്വസ്റ്റ്യൻ സി, എക്സ്പ്ലെയിൻ വൈ നാൻഡ് ഗേറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ് അല്ലെ. നാൻഡ് ഗേറ്റ് അതിനെ എന്തുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ബാക്കി എല്ലാ ഗേറ്റുകളും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ ഓൾ അതർ ഗേറ്റ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ദി സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റുകളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ബാക്കി എല്ലാ ഗേറ്റുകളും എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും ഒക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ പല ഗേറ്റുകളുണ്ട്, നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. അതൊക്കെ നമുക്ക് ഈ നാൻഡ് ഗേറ്റ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കാം. അതുകൊണ്ട് നാൻഡ് ഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഗേറ്റ് കമ്പൈൻ ചെയ്താൽ ബാക്കി എല്ലാ ഗേറ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നാൻഡ് ഗേറ്റിനെ എന്താ വിളിക്കുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്. നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: A logic circuit is given, a logic circuit is shown in the figure. ഒരു ലോജിക് സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി complete the truth table of the circuit. Name the resultant gate formed by the combination of the above gates. അല്ലേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ലോജിക് ഗേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഇതിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു ട്രൂത്ത് ടേബിളിന്റെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യാം. അപ്പൊ ഇത് എന്താണ്, ഓർ ഗേറ്റ് ആണ്, ഇത് നോട്ട് ഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 0 ഇൻപുട്ട് കൊടുത്തു. 0 ഓർ ചെയ്താൽ 0 ആണ് ആൻസർ. അതിവിടെ വരും അല്ലെ, 0 ഇവിടെ ഔട്ട്പുട്ടിൽ വരും. അപ്പൊ ഇവിടെ 0 y'. ഇനി അതിന്റെ നോട്ട് ചെയ്താൽ, അതിന്റെ നോട്ട് ഗേറ്റ് അല്ലേ, നോട്ട് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും ഔട്ട്പുട്ട് അല്ലെ, 1 ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി അടുത്തത് A0 B1. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്, 1ഉം 0 ഓർ ചെയ്താൽ 1 ആയിരിക്കും ആൻസർ. 1നെ നോട്ട് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് 0 കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ 1 ഇവിടെ 0. ഇനി A1 B0, A1 B0. 1ഉം 0യുടെ ഓർ ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. ആഡ് ചെയ്യുന്ന പോലെയാണ്. 1നെ നോട്ട് ചെയ്താൽ 0 കിട്ടും. അപ്പൊ ഇവിടെ 1ഉം ഇവിടെ 0, ഇവിടെ 1 ഇവിടെ 0. ഇനി എയും 1 ബിയും 1, 1ഉം 1 കൂടെ ഓർ ചെയ്താൽ ആൻസർ 1 കിട്ടും അല്ലേ. അതിനെ നോട്ട് ചെയ്താൽ 0 കിട്ടും. അപ്പൊ ശരിക്കും ഇത് എന്താണ്, ഒരു നോർ ഗേറ്റ് ആണ്. ശരിക്കും എന്താണ്, ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്. അപ്പൊ ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു നോർ ഗേറ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ. ശരിക്കും ഒരു നോർ ഗേറ്റ് ആയിട്ടാണ് ഈ സർക്യൂട്ട്. കാരണം
ഓർ ഗേറ്റിന്റെ മുന്നിൽ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്താൽ എന്താണ്? നോർ ഗേറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് നോർ ഗേറ്റിനെ പോലെയാണ്, അല്ലെങ്കിൽ ഇത് നോർ ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. എ നെറ്റ്വർക്ക് ഓഫ് ലോജിക് ഗേറ്റ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഒരു ലോജിക് ഗേറ്റിന്റെ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. Question A, identify the gate used in the circuit. Question B, write the truth table for this combination of gates. അല്ലേ? അതായത് ഇതിന്റെ എന്താണ്? ഐഡന്റിഫൈ ദി ഗേറ്റ്സ് യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗേറ്റ്സ് ഏതാണ്? ഡി പോലെ എഴുതിയ ആന്റി ഗേറ്റ്, അതിന്റെ മുന്നിൽ ഒരു ബബിൾ ഇട്ടാൽ നാൻഡി ഗേറ്റ് അല്ലേ? നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ബബിൾ ഇടുന്നത്. അപ്പൊ ഇതെല്ലാം നാൻഡി ഗേറ്റുകളാണ് അല്ലേ? അപ്പോൾ ഗേറ്റ്സ് നാൻഡി ഗേറ്റ്സ് ആണ്. നാൻഡി ഗേറ്റ്സ്, ഇതെല്ലാം നാൻഡി ഗേറ്റുകളാണ് അല്ലേ? ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ്. അപ്പോൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എഴുതി നോക്കുക, ട്രൂത്ത് ടേബിൾ നമുക്ക് കിട്ടും, ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? എയും ബിയും 0, എയും 0, ബിയും 0. അപ്പം ഈ എ ഇവിടെയും ചെല്ലും ഇവിടെയും ചെയ്യും. 0യും 0യുടെ ആൻഡ് ചെയ്താൽ 0 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഉള്ളൂ. അതിനെ നോട്ട് ചെയ്ത് ഈ ബബിൾ കാണിക്കുന്ന നോട്ട് ഗേറ്റിനെ, അതിനെ നോട്ട് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് 1 കിട്ടും. ഈ 1 കറങ്ങി ഇവിടെ വരും. അതുപോലെ ഈ 0യും 0യുടെ ആൻഡ് ചെയ്താൽ 0 കിട്ടും. അതിനെ നോട്ട് ചെയ്താൽ 1 കിട്ടും. ഈ 1 ഇവിടെ വരും. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അതിനെ നോട്ട് ചെയ്താലോ 0. ഔട്ട്പുട്ട്, ഫൈനൽ ഔട്ട്പുട്ട് 0. ഇതെല്ലാം നമ്മൾ അങ്ങ് കളഞ്ഞു. അടുത്തത് A0 B1. അപ്പോൾ 0യും 0യോട് ആൻഡ് ചെയ്താൽ രണ്ടിടത്തും 0 കയറി വരും. 0യും 0യോട് ആൻഡ് ചെയ്താൽ 0 കിട്ടും. അതിനെ നോട്ട് ചെയ്താൽ 1 കിട്ടും. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ 1 ആണ് ആൻസർ. അതിനെ നോട്ട് ചെയ്താൽ 0 കിട്ടും. ഈ 1 ഇവിടെ വരും, 0 ഇവിടെ വരും. 0യും 1ൂടെ ആൻഡ് ചെയ്താൽ 0 ആണ്, പക്ഷെ അതിനെ നോട്ട് ചെയ്യുമ്പോൾ 1 ആവും. നോട്ട് ചെയ്യുമ്പോൾ 1 അല്ലേ? ഇതെല്ലാം കാണും. എല്ലാം കാണും. ഇനി A1 B0, A1 B0. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ ഇവിടെയും 1 വരും, ഇവിടെയും വരും. 1 1ൂടെ ആൻഡ് ചെയ്താൽ 1 കിട്ടും. അതിനെ നോട്ട് ചെയ്താൽ 0 കിട്ടും. ഇവിടെ 0. 0യും 0യോടെ ആൻഡ് ചെയ്താൽ 0 കിട്ടും. അതിനെ നോട്ട് ചെയ്താൽ 1 കിട്ടും. ഇനി ഈ 1 ഇവിടെ വരും, ഈ 0 ഇവിടെ വരും. 0യും 1ൂടെ ആൻഡ് ചെയ്താൽ 0 ആണ് ആൻസർ. അതിനെ നോട്ട് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ 1. ഇതെല്ലാം കണക്ക്. എയും ബിയും 1, A1 B1. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ അല്ലെ, ഈ വയറിൽ കൂടെയും 1 വരും, ഈ വയറിൽ കൂടെയും 1 വരും. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ 1 കിട്ടും ആൻസർ. അതിനെ നോട്ട് ചെയ്താൽ 0. അതുപോലെ തന്നെ ഈ 1 ഇവിടെയും വരും, ഇവിടെയും വരും. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ 1 വരും ആൻസർ. അതിനെ നോട്ട് ചെയ്താൽ 0. ഇനി ഈ 0യും 0യും കൂടെ ഇവിടെ വരും. 0യും 0യോട് ആൻഡ് ചെയ്ത് എത്ര കിട്ടും? 0 കിട്ടും. അതിനെ നോട്ട് ചെയ്ത് എത്ര കിട്ടും? 1 കിട്ടും. ഫൈനൽ ഔട്ട്പുട്ട് 1. അപ്പൊ ഇതാണ് ട്രൂത്ത് ടേബിൾ. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ? 2 ഇൻപുട്ടും 0 ആയപ്പോൾ ഔട്ട്പുട്ട് 0. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് ഹൈ. അതെന്താണ്? ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ്. A ഓർ B ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ അല്ലേ? അതുകൊണ്ട് ഇത് എന്തിന് ഈക്വലന്റ് ആണ്? ഇതൊരു ഓർ ഗേറ്റിന് ഈക്വലന്റ് ആണ്. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് വെച്ചാ കമ്പൈൻ ചെയ്തേ? അതായത് നാൻ ഗേറ്റ് വെച്ച് ഓർ ഗേറ്റ് ഉണ്ടാക്കി അല്ലെ? അപ്പൊ നാൻ ഗേറ്റ് വെച്ച് പല ഗേറ്റുകളും ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നാൻ ഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദി ട്രൂത്ത് ടേബിൾ ഓഫ് ദി സർക്യൂട്ട് ഷോൺ ബിലോ. ഒരു ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഗേറ്റുകളൊക്കെ നോക്കാം. ഇത് നോട്ട് ഗേറ്റ് ആണ്, ഇത് നോട്ട് ഗേറ്റ് ആണ്, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. അതിന്റെ മുന്നിൽ ഒരു ബബിൾ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നാൻഡ് ഗേറ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് ആദ്യം നമ്മൾ എയും ബിയും 0, എയും ബിയും 0. അപ്പോൾ 0യെ ഇങ്ങനെ വന്നിട്ട് അതിനെ നോട്ട് ചെയ്താൽ അത് 1 ആവും. 0 ഇവിടെ കൂടെ വരും, അതിനെ നോട്ട് ചെയ്താൽ 1 ആവും. 1ഉം 1ൂടെ ആൻഡ് ചെയ്താൽ 1 ആയിരിക്കും ആൻസർ. അതിനെ നോട്ട് ചെയ്താൽ 0 അല്ലേ? ഫൈനൽ ആൻസർ 0. അപ്പൊ ഈ ഇൻപുട്ട് എല്ലാം മാറി. ഇനി
A0 B1 A0 B1 സീറോയെ നോട്ട് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് 1 കിട്ടും. 1 ഇങ്ങനെ വരും, അതിനെ നോട്ട് ചെയ്താൽ 0 കിട്ടും. 1 0 ആൻഡ് ചെയ്താലോ 0 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. 1 into 0 0. അതിനെ നോട്ട് ചെയ്താൽ വീണ്ടും 1 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ ഇവിടെ 1. അതെല്ലാം നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് A1 B0 A1 B0. 1നെ നോട്ട് ചെയ്താൽ 0 കിട്ടും. 0യെ നോട്ട് ചെയ്താൽ 1 കിട്ടും. 1ഉം 0 ആൻഡ് ചെയ്താലോ 0 കിട്ടും. അതിനെ ഒന്നുകൂടെ നോട്ട് ചെയ്താലോ 1 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ 1 അല്ലേ? ഇതെല്ലാം കളഞ്ഞു. എയും ബിയും 1 എയും 1 ബിയും 1. 1നെ നോട്ട് ചെയ്താൽ 0, ഈ 1നെ നോട്ട് ചെയ്താൽ 0. 0യും 0 ആൻഡ് ചെയ്താൽ 0, അതിനെ നോട്ട് ചെയ്താൽ 1 അല്ലേ? അപ്പം ഇത് ഏത് ഗേറ്റിന്റെ ഔട്ട്പുട്ട് പോലെ ഉണ്ട്? ഇത് നോർ ഗേറ്റിന്റെ ഇത് ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് പോലെ ഉണ്ട് അല്ലേ? ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും അല്ലേ? ഇവിടെ രണ്ടും 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0 അല്ലേ? അപ്പൊ ഇത് എന്തിന് സിമിലർ ആണ്? ഈ ഔട്ട്പുട്ട് എന്തിന് സിമിലർ ആണ്? ഒരു ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിന് സിമിലർ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ലോജിക് ഗേറ്റിന്റെ സർക്യൂട്ട്സ് മറ്റൊരു രീതിയിലും വരയ്ക്കാൻ ചോദിക്കുക. അതായത് ഒരു ലോജിക് ഗേറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻപുട്ട് വേവ് തന്നു കഴിഞ്ഞാൽ, 2 ഇൻപുട്ട് വേവ്സ് തന്നാൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വേവിന്റെ ഫോമിലും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ എ എന്ന് പറയുന്ന ഇൻപുട്ട്, ഇത് ബി എന്ന് പറയുന്ന ഇൻപുട്ട്, വൈ ആണ് ഔട്ട്പുട്ട് അല്ലെ? ഇതിപ്പോ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിന്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കണ്ട, ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഹൈയും താഴെ വരച്ചിരിക്കുന്ന ലോയും ആണ്. അപ്പൊ ഇത് 1, ഇത് 0 അങ്ങനെയാ പോകുന്നത്. അപ്പൊ ഇത് അതുപോലെ, ഇത് മുകളിൽ വരച്ച 1, താഴെ 0, പിന്നെ 1 അങ്ങനെയാ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണ്ട, ഓരോ ടൈം ഇന്റർവൽ, ഇതിനകത്ത് കുറച്ച് ടൈം ഇന്റർവൽ കൊടുത്തിട്ടുണ്ട്. T0, T1, T2, T3, T4, T5 ഇങ്ങനെ. അപ്പൊ ഇതിനകത്തില് ഒരേ ടൈം ഇന്റർവൽ നോക്കുക. അതായത് 0 to T0 to T1 ഈ ടൈം ഇന്റർവെൽ എ മുകളിലാണ്, ബി മുകളിലാണ്, 2 ഹൈ ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ടും മുകളിലായിരിക്കും. ഇനി അടുത്ത ടൈം ഇന്റർവൽ നോക്കുക. T1 to T2. T1 to T2ൽ എ 0ത്തിലാണ്, ബിയും 0ത്തിലാണ്. രണ്ടുപേരും ലോ ആണല്ലോ, അപ്പൊ ഔട്ട്പുട്ടും ലോ. അപ്പം താഴെ വരയ്ക്കണം ഔട്ട്പുട്ട്. ഇനി T2 to T3 എ മുകളിലാണ്, പക്ഷെ ബി താഴെയാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ മുകളിലാണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പൊ അതുകൊണ്ട് ഔട്ട്പുട്ട് ഹൈ. ഇനി T3 to T4 എ താഴെയാണ്, പക്ഷെ ബി മുകളിലാണ്. ആരെങ്കിലും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് വീണ്ടും ഹൈ. ഇനി T4 to T5 എ മുകളിലാണ്, പക്ഷെ ബി താഴെയാണ്. ആരെങ്കിലും ഒരാൾ ഹൈ അല്ലേ, അതുകൊണ്ട് ഔട്ട്പുട്ട് ഹൈ. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം അല്ലെ? അപ്പൊ നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിലൊക്കെ ഇങ്ങനെ 2 വേവ്സ് എയിലും ബിയിലും കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ ഇത് ആൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താണ്? എയും ബിയും 2 ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ എ ഹൈ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് T1 എന്ന് പറയുന്ന ടൈം ഇന്റർവൽ എ മുകളിലാണ്, ബി മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ 2 ഹൈ ആയതുകൊണ്ട് ഔട്ട്പുട്ട് മുകളിലായിരിക്കും. T1 to T2 എ താഴെയാണ്, ബിയും താഴെയാണ്, അതുകൊണ്ട് ഔട്ട്പുട്ടും താഴെയായിരിക്കും. T2 to T3 എ മുകളിലാണ്, പക്ഷെ ബി താഴെയാണ്. അപ്പൊ രണ്ടുപേരും ഹൈ ആണെങ്കിൽ ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് ചെയ്യാത്തും. അപ്പൊ അതുകൊണ്ട് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇനി T3 to T4 എ താഴെയാണ്, പക്ഷെ ബി മുകളിലാണ്. അപ്പൊ ആ രണ്ടുപേരും മുകളിലാണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാത്തും. അപ്പം ഒരാള് മാത്രമേ ഉള്ളൂ മുകളിൽ, അതുകൊണ്ട് ഔട്ട്പുട്ടും വീണ്ടും ലോ അല്ലെ? T4 to T5 എ മുകളിലാണ്, പക്ഷെ ബി താഴെയാണ്. രണ്ടുപേരും ഹൈ ആണെങ്കിൽ ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് ഉള്ളൂ, ഔട്ട്പുട്ട് വീണ്ടും ലോ അല്ലെ? അപ്പം ഇതേ വേവ് ഒരു ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്താൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം ആയിരിക്കും. ഇവിടെ മാത്രം ഉയർന്നിരിക്കും, ബാക്കി എല്ലായിടത്തും താഴ്ന്നിരിക്കും. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ റെക്ടിഫയേഴ്സിന്റെ വർക്കിംഗ്, റെക്ടിഫയേഴ്സിന്റെ ഡയഗ്രാം, അതിന്റെ വർക്കിംഗും പഠിച്ചോണം. ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, അതിന്റെ ഡയഗ്രാം പഠിക്കണം, അതിന്റെ വർക്കിംഗ് പഠിക്കണം, അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം, ഇൻപുട്ട് വേവ് ഫോമോ ഔട്ട്പുട്ട് വേവ് ഫോമോ അത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിന്റെ ഹാഫ് വേവ് മാത്രമേ റെക്ടിഫൈ ചെയ്ത് വരത്തുള്ളൂ അല്ലെ. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇൻപുട്ട് വേവിന്റെ ഫുൾ വേവും റെക്ടിഫൈ ചെയ്ത് മുകളിൽ വരും അല്ലെ. അതാണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ്. അപ്പൊ അതുകൊണ്ട് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും അതിന്റെ സർക്യൂട്ട് ഡയഗ്രവും അത്യാവശ്യമായിട്ടും പഠിച്ചോണം. അതുപോലെ തന്നെ ഈ റെക്ടിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസിനെയാണ്? ഡയോഡിനെയാണ്, അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെ. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് റെക്ടിഫയർ ആയിട്ട് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഉപയോഗിക്കുന്നത്? ഇറ്റ് കണ്ടക്ട് കറണ്ട് ഉള്ളി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിൽ മാത്രമേ കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട്. ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയോഡിനെ എന്താണ് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയോഡിന്റെ കണക്ഷൻ തന്നിട്ട് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ഡയോഡിന്റെ പി റീജിയനും എൻ റീജിയനും ഉണ്ട്. പി റീജിയനിലോട്ട് പോസിറ്റീവും എൻ റീജിയനിലോട്ട് നെഗറ്റീവും തന്നാൽ ഫോർവേഡ് ബയാസ് അല്ലെ. ഇനി തിരിച്ച് കണക്ട് ചെയ്താൽ പിയും എന്നും പോസിറ്റീവ് നെഗറ്റീവിനോടും നെഗറ്റീവ് പോസിറ്റീവിനോടും കണക്ട് ചെയ്താൽ അത് റിവേഴ്സ് ബയാസ് അല്ലെ. അത് നമുക്ക് അറിയാവുന്നതാണ്. ഫോർവേഡ് ബയാസ് റിവേഴ്സ് ബയാസ് അത് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. പിന്നെ വേറെ ചില സർക്യൂട്ടുകളൊക്കെ തന്നിട്ട് ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ എന്ന് ചോദിക്കും. അപ്പം അതിന് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഒരു ഡയോഡ്. അപ്പൊ ഇത് ഗ്രൗണ്ട്, അതായത് ഇത് പി റീജിയൻ എൻ റീജിയൻ. എൻ റീജിയൻ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, എർത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 0 വോൾട്ട് ആണ് എർത്തിലെ വോൾട്ട്. ഇത് +5 വോൾട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നാലോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നുമില്ല. ഒന്ന് +5 എന്നുണ്ട്, മറ്റേത് 0 ആണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് പോസിറ്റീവിൽ എപ്പോഴും ഹൈ പൊട്ടൻഷ്യൽ ആണോ എന്ന് നോക്കിയാൽ മതി. നെഗറ്റീവ് ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഹൈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ലോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇയാളെക്കാളും ചെറിയ പൊട്ടൻഷ്യൽ ആയിരിക്കണം. അപ്പൊ നോക്കിയേ, പോസിറ്റീവിൽ +5 വോൾട്ട് ആണ്, ഹൈ പൊട്ടൻഷ്യൽ ആണ്. നെഗറ്റീവിൽ അതായത് എൻ റീജിയനിൽ 0 വോൾട്ട് ആണ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോൾട്ട് അല്ല, 0 വോൾട്ട് ആണ്. 0 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുതല്ലേ. അപ്പോൾ കറണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. ശരിക്കും ഡയോഡിന്റെ ആരോ കാണിക്കുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന എന്താണ് ഡയറക്ഷനെയാണ്. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഇതാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് ഈ ആരോ കാണിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പൽ ശരിക്കും കാണിക്കുന്നത്. അപ്പം ഹൈ പൊട്ടൻഷ്യൽ ഇവിടെയും ലോ പൊട്ടൻഷ്യൽ ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡയഗ്രം തന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് ഹൈ പൊട്ടൻഷ്യലിലോട്ടാണോ കണക്ട് ചെയ്യുന്നതെന്നാണ് നോക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഫോർവേഡ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസ് ആണ് അല്ലെ. നമുക്ക് മറ്റൊരു ഡയഗ്രം നോക്കാം. ഒരു ഡയോഡ്, ഇത് +2 വോൾട്ടും ഇത് +5 വോൾട്ട്. ഇത് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? അപ്പം പി റീജിയനിലോട്ടും പോസിറ്റീവ് ആണ്, എൻ റീജിയനിലോട്ടും പോസിറ്റീവ് ആണ്. പക്ഷെ വലിയ പോസിറ്റീവ് ഏതാ? ഇതാണ് വലിയ പോസിറ്റീവ്. അപ്പം വലിയ പോസിറ്റീവ് പി റീജിയനിലോട്ടാണോ നോക്കണം. ഹൈ പൊട്ടൻഷ്യൽ. അപ്പൊ ഹൈ പൊട്ടൻഷ്യൽ പോസിറ്റീവിലോട്ട്, ലോ പൊട്ടൻഷ്യൽ +2 ആണെങ്കിലും ലോ പൊട്ടൻഷ്യൽ ആണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ കൂടിയെടുത്തുനിന്ന് കറണ്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞിടത്തായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഡയോഡും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ. അപ്പം പി റീജിയൻ ഹൈ പൊട്ടൻഷ്യൽ ആണോ എന്ന് നോക്കാം. +2നേക്കാളും കൂടുതലല്ലേ +5. അതുകൊണ്ട് ഹൈ പൊട്ടൻഷ്യലിലോട്ട് തന്നെയാണ് പി റീജിയൻ. അതുകൊണ്ട് ഇതും ഫോർവേഡ് ബയാസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ചില ഡയഗ്രത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പിയിലോട്ട് ഹൈ പൊട്ടൻഷ്യൽ, വലിയ പൊട്ടൻഷ്യൽ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ഡയഗ്രം വരയ്ക്കാം. സീറോ വോൾട്ട്. ഇവിടെ നമുക്ക് എർത്തിങ് കൊടുക്കാം. 0 വോൾട്ട്. ഇവിടെ -2 വോൾട്ട്. ഇത് ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ? അതായത് പി റീജിയനിലോട്ട് വലിയ പൊട്ടൻഷ്യൽ ആണോ നോക്കാം. അപ്പം -2 ആണോ വലുത്, 0 ആണോ വലുത്? 0 അല്ലേ വലുത്. അപ്പം 0 പൊട്ടൻഷ്യൽ പിയിലോട്ടല്ലേ, പോസിറ്റീവിലോട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതും എന്താണ്? ഫോർവേഡ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസ്, ഇതും ഫോർവേഡ് ബയാസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അപ്പൊ നമുക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നമുക്ക് എന്തിനകത്ത് പ്രതീക്ഷിക്കാം? എക്സാമിൽ പ്രതീക്ഷിക്കാം അല്ലെ. ചിലപ്പോൾ ഇങ്ങനെ തന്നെ തരും. ഇത് +5, ഇത് -2 വോൾട്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം പി റീജിയനിലോട്ട് പോസിറ്റീവ്, എൻ റീജിയനിലേക്ക് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസ് അല്ലെ.
അപ്പോൾ ഇങ്ങനെയുള്ള ഡയഗ്രാംസും വേണമെങ്കിൽ തരാം. മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ എഴുതാം. ഇത് -2 വോൾട്ട്, ഇത് 0 വോൾട്ട് അല്ലേ. ഇതെന്ത് ബയാസ് ആണ്? ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ. അപ്പൊ നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വോൾട്ടേജ് ആണ് വലുത്? -2 ആണോ വലുത്, 0 ആണോ വലുത്? 0 ആണ് വലുത്. 0 പോസിറ്റീവിലോട്ടാണോ കൊടുത്തിരിക്കുന്നത്? പി റീജിയനിലോട്ടാണോ? അല്ല, എൻ റീജിയനിലോട്ടാണ് അല്ലേ. അതുകൊണ്ട് ഇത് റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം അല്ലേ. അപ്പം ഇത്രയൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഈ ലോജിക് ഗേറ്റ്സുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് ഉള്ളത് റെക്ടിഫയേഴ്സ് ആണ്. റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയറും നിങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കാര്യമായിട്ട് ഒന്ന് പഠിക്കുക. അതിന്റെ വർക്കിംഗ് പഠിക്കുക, ഡയഗ്രാം പഠിക്കുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോം, ഇത്രയും കൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് കവർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ +2 പോർഷൻസും റിവിഷൻ ക്വസ്റ്റ്യൻസും എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരിക്കുകയാണ് അല്ലെ. വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് റിവൈസ് ചെയ്ത് കാണുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും A+ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.